കൊല്ലവർഷം 1089 ഒരു വൃശ്ചിക സന്ധിയിൽ ഇടയാർമുളയിലെ മുത്തമ്പാക്കൽ ഇട്ടിയുടെയും മറിയാമ്മയുടെയും മകനായി ഉദിച്ച സാധു കൊച്ചുണ്ണുപദേശി എന്ന താരകം 1121 വൃശ്ചികമാസം 15-ാം തീയതി അഥവാ ക്രിസ്തുവർഷം 1945 നവംബർ 30 നിത്യതയിൽ മറഞ്ഞിട്ട് ഇന്ന് 75 വർഷങ്ങൾ പൂർത്തിയാകുന്നു. തൻ്റെ പ്രിയൻ്റെ പദാന്തികത്തിൽ ഉറച്ച വിശ്വാസത്തിൻ്റെ ഭാണ്ഡവും പേറി മരുവിൻ്റെ കനൽ വഴികളിലൂടെ താൻ നടന്നു നീങ്ങി. ഹൃദയ നൊമ്പരങ്ങളിൽ നാഥനു വേണ്ടി ഇഴപാകിയ സ്നേഹബന്ധത്തിൽ നിന്നുതിർന്നു വീണ ആശ്വാസഗീതങ്ങൾ ഓരോന്നും ഭക്തഹൃദയങ്ങളിൽ ഇന്നും പ്രത്യാശയുടെ മൺചിരാത് തെളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. തന്ത്രി തകർന്ന വീണയായി അന്നത്തെ സാമാന്യജനം കണക്കിട്ടെങ്കിലും നാഥൻ തൻ്റെ കയ്യിലെടുത്ത കിന്നരമായിരുന്നു ആ ക്രിസ്തുഭക്തൻ. മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് ഭഗവാൻ കൃഷ്ണൻ അരുളിച്ചെയ്തതുപോലെ കർത്താവും ആ സാധകന്റെ പല്ലവികൾക്ക് വില കൽപ്പിച്ചു. അതുകൊണ്ടാണ് ദശാബ്ദങ്ങളും ശതാബ്ദങ്ങളും പിന്നിടുമ്പോഴും ആ ഗാനങ്ങൾ ഓരോന്നും വ്യഥിത ഹൃദയത്തിൽ ആശ്വാസത്തിൻ്റെ കുളിർമഴയായി പെയ്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ സാധു കേവലം ഒരു സഭയുടെ മാത്രമല്ല, ഓരോ ക്രിസ്തുഭക്തൻ്റെയും സ്വന്തമായി മാറുന്നു. ഇതാണ് സാധു കൊച്ചുണ്ണുപദേശിയുടെ തറവാട് വീട്. ഇവിടെയുള്ള 2 മുറികൾ പഴയ തറവാടിൻ്റെ ഭാഗമായി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. സാധു കൊച്ചുണ്ണുപദേശി തൻ്റെ പ്രാർത്ഥനാ സമയങ്ങളൊക്കെ ചിലവിട്ടിരുന്നത് ഈ മുറിയിലാണ്. റവറൻഡ് ഡോക്ടർ മാത്യു ഡാനിയൽ രചിച്ച സാധുവിൻ്റെ ജീവചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കൊച്ചുണ്ണുപദേശിയുടെ തന്നെ ചില വാക്കുകൾ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നതാണ്. അതിപ്രകാരമാണ്. ഈ മുറിയിൽ ഇരുന്നു കൊണ്ടാവാം കൊച്ചുണ്ണുപദേശി ഈ വാക്കുകൾ പറഞ്ഞത്. അന്നാളുകളിൽ ഞാൻ എൻ്റെ പ്രിയനോടുകൂടി ഏകനായി കുത്തിയിരുന്നു. എന്നേക്കാൾ ഒരു ഭാഗ്യദോഷി വേറെ ആരാനുമുണ്ടോ എന്ന് എന്നെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും തോന്നിയിരിക്കാൻ വേണ്ടുവോളം വഴികൾ എന്നെ ചുറ്റിയിരുന്നു. എൻ്റെ ഒരു കുട്ടി മരിച്ചു. മറ്റൊരു കുട്ടി മരണാസന്നനായി അവൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ സംരക്ഷണയിൽ അവിടെ കിടക്കുന്നു. അവൻ്റെ അമ്മയും ഇളയ ഒരു പെൺകുട്ടിയും ദുഃഖാബ്ദിയിൽ നീന്തിക്കൊണ്ടെന്ന പോലെ അവൻ്റെ അടുക്കൽ താമസിക്കുന്നു. എൻ്റെ ദോഷം കൊണ്ടാണ് ഇவ்விധമെല്ലാം ഭവിക്കുന്നതെന്ന ശബ്ദങ്ങളും ഉണ്ടായില്ലെന്നില്ല. ഭക്തിയേറെ എടുക്കാൻ പോയാൽ അയൽവക്കത്ത് വരുന്നത് കൂടി ഓർക്കണമെന്ന് എൻ്റെ അയൽക്കാരനോട് പറയാനും ഒരുവൻ ഉണ്ടാകാതിരുന്നില്ല. അവനും താമസിയാതെ കലാശിക്കുമെന്ന് ചിലർ പറയുന്നു. ഇത്ര വേഗം ഇവണ്ണമെല്ലാം സംഭവിച്ചുവല്ലോ എന്ന് ഞരങ്ങിപ്പോകുന്നവരും പലരായി. ഉള്ളത് വിറ്റെങ്കിലേ കടമടയുമെന്നും ചിലർ. ഭക്ഷിപ്പാനും കുടിപ്പാനും തരുവാനുള്ളവർ അൽപ്പക്കത്തും അകലെയുമായി ഏലിയായ്ക്ക് കാക്ക വല്ലതും നൽകിയ പ്രകാരം ദയവുള്ള ചിലർ അടുത്തു വരുന്നുണ്ട്. രാത്രിയിലും പകലിലും സാധാരണ ഏകാന്തവാസം വിധിയുമായി. പരമക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 45-46 പുറങ്ങളിൽ പറയുന്ന വാക്കുകളാണ് ഇത്. സാധു കൊച്ചുണ്ണുപദേശിയുടെ കൊച്ചുമകനാണ് എം.വി. ബെഞ്ചമിൻ അച്ഛൻ. അച്ഛൻ്റെ കൊച്ചുമകളാണ് ഞാൻ. ഇത് സാധു കൊച്ചുണ്ണുപദേശി സ്ഥാപിച്ച പ്രാർത്ഥനാലയമാണ്. അദ്ദേഹം ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടി നാളുകൾ കഴിച്ചതാണ് ഇവിടെ. അന്നു മുതൽ ഒരുപാട് പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് ഇവിടെ. മർദ്ദിക്കപ്പെടുമ്പോഴും മുറിവേൽക്കപ്പെടുമ്പോഴുമാണ് അപ്പമായി മാറ്റപ്പെടുവാനുള്ള യോഗമുണ്ടാവുന്നത്. ഈ തിരിച്ചറിവാണ് ദുഃഖാബ്ദിയിലും കാമഹേശ കരുണേശ പൊന്നുതാത നീ എനിക്കായി വേണ്ടതെല്ലാം ദയതോന്നി നൽകുമ്പോൾ എൻ്റെ ദേഹി വൃഥ കലങ്ങുന്നത് എന്തിനായി എന്നും കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ എന്നും പാടുവാൻ സാധുവിന് സാധിച്ചിരുന്നത്. സമൃദ്ധിയുടെ ആത്മീയത തേടുന്നവർക്ക് ഇതിൻ്റെ അർത്ഥം ഒരുപക്ഷെ പിടികെട്ടണമെന്നില്ല. ഭക്തിരസം തുടിക്കുന്ന 300-ൽ പരം ആശ്വാസ ഗീതങ്ങൾക്ക് പുറമെ ഭക്തിരസം
പരമക്രിസ്ത്യാനിത്വം, പരമാനന്ദ ക്രിസ്തീയ ജീവിതം, വ്യാപാരധർമ്മം, ലേലച്ചുട്ടി ദോഷം, സ്ത്രീധന ത്യാഗം തുടങ്ങിയ രചനകളും ആ തൂലികയിൽ പിറവികൊണ്ടതാണ്. വസുദൈവ കുടുംബക എന്ന ആപ്തവാക്യവുമായി മധ്യ തിരുവിതാംകൂറും മലയാളക്കരയും കടന്ന് ഊട്ടി, നീലഗിരി, തഞ്ചാവൂർ, കുംഭകോണം, മധുര, ആനമല, മദ്രാസ്, സിലോൺ തുടങ്ങി വിശ്വാസത്തിന് ഗ്ലാനിർ ഭവിച്ചിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹഗാഥയുമായി താൻ ഓടിയെത്തി. തൻ്റെ അസ്തിത്വത്തിൻ്റെ അർത്ഥം മറന്ന് സ്വാർത്ഥ വൈകൃതങ്ങൾ തേടുന്നവരുടെയും മനം മയക്കുന്ന പകൽമാന്യതയിൽ എല്ലാം വെട്ടിപ്പിടിക്കാൻ ഉദ്യമിക്കുന്നവരുടെയും ബാഹ്യമോടികളുടെ നിറക്കൂട്ടുകളിൽ തങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കുവാൻ നെട്ടോട്ടം ഓടുന്നവരുടെയും പൊയ്മുഖങ്ങൾ പേറി വ്യാജവേഷം കെട്ടിയാടുന്നവരുടെയും കോടികൾക്ക് മുമ്പിൽ അൾത്താരകൾ പണിത് മരക്കുരിശേറിയവനെ ആരാധിക്കുന്നവരുടെയും മേലങ്കികളുടെ തമസിൽ കാഴ്ചയുണ്ടെന്ന് സ്വയം നടിച്ച് തപ്പിത്തടയുന്നവരുടെയും ഇടയിൽ അല്ലയോ മഹാനുഭാവ, അങ്ങെത്ര വ്യത്യസ്തനാണ്. ചേളാവ് കച്ചവടം, പാട്ടകൃഷി, തുണിക്കച്ചവടം എന്നിവയിൽ കൂടി നിത്യവൃത്തിക്ക് വക തേടിയപ്പോഴും സുവിശേഷ വേലയിൽ ആ പരമക്രിസ്ത്യാനി പാരിതോഷികങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. ഇത് ലാക സാന്തോ മാർത്തോമ്മപ്പള്ളി. സാധു കൊച്ചുഞ്ഞുദ്ദേശിയുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പുണ്യ ദേവാലയമാണ് ഇത്. 17ാമത്തെ വയസ്സിൽ ഇവിടെയുള്ള പഴയ ദേവാലയത്തിൻ്റെ അൾത്താരയിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ടാണ് തൻ്റെ ജീവിതം സാധു കൊച്ചുഞ്ഞുദ്ദേശി ദൈവത്തിനായി സമർപ്പിച്ചത്. ഒടുവിൽ 62ാമത്തെ വയസ്സിൽ ഈ ദേവാലയത്തിലെ കല്ലറയിൽ തന്നെ വിലയം പ്രാപിപ്പാൻ തക്കവണ്ണം സാധിച്ചു. ഇതാണ് സാധു കൊച്ചുഞ്ഞുദ്ദേശിയുടെ കുഴിമാടം. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇടയാറന്മുള മൂത്താമ്പാക്കൽ സാധു കൊച്ചുഞ്ഞുപദേശിയുടെ മൺകൂടാരം. ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കും അപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവിൽ ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം. കർത്താവിന് വേണ്ടി നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ആ സാധു കർത്താവിന് വേണ്ടി മഹൽ കാര്യങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ്. 5 അടി 9 ഇഞ്ച് നീളമുള്ളപ്പോഴും കേവലം 40 കിലോയിൽ ഒതുങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ഭാരം എന്ന് പറയുമ്പോൾ എത്രമാത്രം അശ്വായിരുന്നു ആ മനുഷ്യൻ. പക്ഷേ ഒരുപാട് ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ വേരുറപ്പിക്കുവാൻ ആ സാധികന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സസ്നേഹം, നിങ്ങളുടെ വർഗീസ് കളിക്കിളച്ച്.